ഹലോ ഗൈസ്, ഞാൻ ഈ സ്ട്രോളർ ഉന്തി ഒരു പാട്ടൊക്കെ പാടി ഇത്ര കൂളായിട്ട് നടക്കണത് എന്തിൻ്റെ മേലേക്കൂടെ എന്നറിയോ? ഇതൊരു ലേക്കിൻ്റെ മേലേക്കൂടെയാണ് നടക്കണത്. ഇവിടെ സ്റ്റോക്ക്ഹോമിലൊക്കെ നല്ല വിൻ്റർ അല്ലേ, ലേക്കൊക്കെ ഫ്രോസണായി പോയി. ഒരു ഫ്രോസൺ ലേക്കിൻ്റെ മേലേക്കൂടെയാണ് ഇത്ര കൂളായിട്ട് നടക്കണത്. ഞാൻ മാത്രമല്ല, ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ട് അവിടെ. ഇത്രയ്ക്കധികം ആൾക്കാർ ഇതിൻ്റെ മേലെ കയറി നിന്നിട്ട് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്നൊരു ആശങ്കയുണ്ട്. പിന്നെ നല്ല സൺലൈറ്റും ഉണ്ട്. ഇതെങ്ങനെ മെൽറ്റ് ആവുമോ എന്നൊരു ചെറിയൊരു ആശങ്ക നമുക്കുണ്ട്. ചില സ്ഥലത്ത് ഇങ്ങനെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അടിയിലേക്ക് കാണാം. ചില സ്ഥലത്ത് ഇങ്ങനെ ഫിഷിനെയൊക്കെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഫിഷിനൊന്നും കണ്ടില്ല. പിന്നെ അധികം നേരം നമ്മൾ സൂക്ഷിച്ച് നോക്കിയില്ല. അവിടെ കുറച്ച് അങ്ങോട്ട് നീങ്ങി നിന്നു. ഈ ഭാഗം ഇത്തിരി ഡേഞ്ചറാണ്. ഇതിങ്ങനെയും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, സ്വാഹ. പിന്നെ ഇവിടെ ആൾക്കാർ ഈ സ്കേറ്റിങ്, ഐസ് ഹോക്കി, പിന്നെ സൈക്ലിങ്, നമ്മൾ തന്നെ നോക്കിയ സ്ട്രോളറും കൂടി എടുത്തിട്ടാണ് ഈ വാക്ക് ചെയ്യണത്. അതിൽ കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, എന്നാലും നെഞ്ചിലൊരു പിടപെടപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പതുക്കെ പതുക്കെയാണ് ഇതിൽ നടക്കണത്. ഫാസ്റ്റ് അങ്ങോട്ട് നടക്കാൻ പറ്റില്ലല്ലോ, ഭയങ്കര സ്ലിപ്പറി അല്ലേ. അപ്പോൾ പതുക്കെ പതുക്കെയാണ് നടക്കണത്. പക്ഷേ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ആക്ച്വലി ഇത് ഇങ്ങനെ ഫ്രോസൺ ലേക്ക് ആവാത്തതിന് മുന്നും കണ്ടിട്ടുണ്ടല്ലോ. അത്രയും വലിയ ലേക്ക് ഇങ്ങനെ ഫ്രോസണായിട്ട് കിടക്കണ കാണുമ്പോൾ നമ്മൾക്ക് അയ്യോ എന്ന് തോന്നും. ഞാനവിടെ പെൻഗ്വിൻ പോണ പോലെയൊക്കെ എന്തോ ചെയ്യുന്നുണ്ട്. ഞാനവിടെ ആ ട്രാൻസ്പെറൻ്റ് ആക്കണതാണ്. അതിൻ്റെ മേലെ ഇങ്ങനെ സ്നോ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആക്കാൻ ട്രൈ ചെയ്യണതാണ് ഇങ്ങനെ അടിയിലേക്ക് കാണാൻ. പക്ഷേ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല ടെമ്പറേച്ചറുണ്ട്. നമുക്ക് കുറേ നേരം അവിടെ നിൽക്കാൻ തന്നെ പറ്റില്ല, നല്ല തണുപ്പുണ്ട്. കുറേ ആൾക്കാരുണ്ട്. എൻ്റെ പൊന്നെ, എന്തോരം ആൾക്കാരാണെന്നറിയോ ഇത് കാണാൻ വന്നിരിക്കണത്. കാരണം അടിപൊളിയല്ലേ. ഇത് കുറേ നാളൊന്നും ഇങ്ങനെ നിൽക്കില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ ഫെബ്രുവരി ജാനുവരിക്കാണല്ലോ ഇവിടെ സ്റ്റോക്ക്ഹോമിലൊക്കെ നല്ല ഈ വിൻ്റർ വരുന്നത്. മൈനസൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കല്ലേ. അപ്പോൾ അത് കഴിയുമ്പോൾ ഇത് പതുക്കെ മെൽട്ടാവും. പിന്നെ ചെറുതായിട്ട് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ കയറിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കുറച്ച് സമയത്ത് മാത്രമേ അതിൻ്റെ മുകളിലൊക്കെ ഇത്ര സേഫായിട്ട് കയറിയൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. കണ്ടത് ആ പയ്യനൊക്കെ പോകണമൊക്കെ അയ്യോ അടിപൊളി. പിന്നെ നമുക്കവിടെ കുറേ നേരം നിൽക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല മൈനസ് ആണല്ലോ, തണുത്ത് നമ്മളും കൂടി അവിടെ ഫ്രോസണായി പോവും. അപ്പോൾ നമ്മൾ നേരെ പിന്നെ എക്സ്പ്രസ്സോയിൽ പോയി നല്ല ചൂടുള്ളൊരു കോഫി കുടിച്ചു. അല്ലെങ്കിൽ നമ്മളും അവിടെ ഫ്രോസണായി പോയാൽ. നേതുകൂട്ട അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അത് കാരണം അവനൊന്നും അറിഞ്ഞില്ല. അവൻ കണ്ണ് തുറന്നപ്പോൾ നമ്മൾ എക്സ്പ്രസ്സോയിലായിരുന്നു. അവൻ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അവന് മനസ്സിലായില്ല. എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ അത് കാണാനൊക്കെ. നല്ല അടിപൊളി പിക്സൊക്കെ കിട്ടും നമ്മൾക്ക് അവിടെ ചെന്ന് ഫോട്ടോ എടുക്കുമ്പോൾ. നല്ല സണ്ണിയുമാണ്, നല്ല കോൾഡുമാണ്.